ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡി ബോട്ട്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെക്കാമേ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ. ചൂടായ എണ്ണയിലേക്ക് ഒരു പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക ഇത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടെ ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം. സ്പൈസസ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഒരു 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 കുടം വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റി കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ഒരു 3 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. സവോളയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നന്നായിട്ട് മൊരിച്ചെടുക്കുകയൊന്നും വേണ്ട. സവോള നന്നായിട്ട് കളർ മാറി സോഫ്റ്റ് ആയിട്ട് വരുന്ന പരുവത്തിൽ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് വഴറ്റിയപ്പോഴത്തേനും മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ മസാലപ്പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാൻ. കാരണം കരിഞ്ഞു പോകാതെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത്
നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ അതോടെ കിടക്കും. 1 മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഈ മസാലകളൊക്കെ പുരണ്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ പരുവത്തിന് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് ഇളക്കി യോജിപ്പിക്കാമേ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ചെറു ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. തിളപ്പിച്ചിട്ട് തിളച്ച വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, സവോള വഴറ്റപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഉപ്പുണ്ടോയെന്ന് നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് വേണം. അപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയുള്ള സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ഈ കറി കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ചാറൊക്കെ കുറുകി ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാമേ. ഈ ചിക്കൻ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പത്തിൻ്റെ കൂടെയും റൈസുകളുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണിത്. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയില
ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.